ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്ന് നോമ്പിൻ്റെ അനുഭവത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ കൂടുതൽ അറിയുവാനും കൂടുതൽ സമയം ദൈവത്തിലേക്ക് ചേർന്ന് വരുവാനും ഈ സമയം നമുക്ക് സാധിക്കണം. ഒരു ക്രിസ്തീയ വിശ്വാസി എപ്രകാരം ആയിരിക്കണം എന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയും നാം ഓരോരുത്തരും അതിൻ്റെ കൊമ്പുകളുമാകുന്നു. മുന്തിരിവള്ളിയുടെ നീർക്ക് ചെല്ലാതെ കൊമ്പുകൾക്ക് വളരുവാൻ കഴിയില്ല. അതുപോലെ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നാം ഓരോരുത്തരും ഫലം കായ്ക്കാതെ കൊമ്പ് പോലെ അതിലെ തീയിലിട്ട് ചുട്ടുകളയേണ്ടി വരും. നാം ഓരോരുത്തരും ഫലം കായ്ക്കുന്ന കൊമ്പുകൾ എന്ന് നാം ചിന്തിക്കണം. നല്ല ഫലങ്ങൾ കായ്ക്കണമെങ്കിൽ ക്രിസ്തു കാണിച്ചു തന്ന മാതൃകകൾ നാം പിൻപറ്റണം. എപ്രകാരം നമുക്ക് ആ മാതൃകകൾ പിൻപറ്റുവാൻ സാധിക്കും? ക്രിസ്തുവിനെ പോലെ ക്രിസ്തു കാണിച്ചു തന്ന മാതൃകകളിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതെപ്രകാരമാണ്? ക്രിസ്തു കാണിച്ച മറ്റുള്ളവരെ സ്നേഹിക്കുക, അവരെ കരുതുക, ആവശ്യത്തിലിരിക്കുന്നവർക്ക് സഹായിക്കുക, ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വാസം നൽകുക, അവർക്ക് ആശ്വാസം പകർന്നു കൊടുക്കുന്നതിലൂടെ നമുക്ക് അനേകം നല്ല കാര്യങ്ങൾ യേശുവിനെ പിൻപറ്റി നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മറ്റുള്ളവർക്ക്, നമ്മുടെ സമൂഹത്തിൽ മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കാനും കഴിഞ്ഞാൽ മാത്രമേ നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ആ നല്ല ഫലം മറ്റുള്ളവർക്കും കൂടെ പകരുന്ന ഒരു അനുഭവം കൂടിയാണ് ഉള്ളത്. ഇവിടെ നാം ഓരോരുത്തരും നല്ല കൊമ്പുകളാണോ എന്ന് നാം ചിന്തിക്കേണ്ട അനിവാര്യമാണ്. ഇന്ന് സമൂഹത്തിൽ പലപ്പോഴും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരാളെ സഹായിക്കുവാണെങ്കിൽ തന്നെ അറിയാൻ അല്ലെങ്കിൽ ഒരു പ്രശസ്തി നേടാൻ മാത്രമായി തീരുന്ന പതിവുണ്ട്. എന്നാൽ അങ്ങനെയുള്ളതൊന്നും ഒരു നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമല്ല. അതിനെയെല്ലാം ഒരു നാൾ ദൈവം തീയിലിട്ട് ചുട്ടുകളയും എന്ന് നാം ഓർക്കേണ്ട അനിവാര്യമാണ്. നാം നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷമാണെങ്കിൽ ആ നല്ല ഫലം കായ്ക്കുന്ന വൃക്ഷത്തെ ചെത്തി വെടിപ്പാക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ദുഃഖങ്ങൾക്ക് വരുമ്പോഴും അതിനെയെല്ലാം മറികടക്കുവാൻ ദൈവം നമ്മളെ ചെത്തി വെടിപ്പാക്കി ശുദ്ധീകരിക്കും എന്ന് നാം ഈ ഭാഗത്തിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം ഓരോരുത്തരും നല്ല ഫലം കായ്ക്കാൻ നമുക്ക് ഇടയായിത്തീരണം. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കരുതലും സ്നേഹവും സന്തോഷത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് ഉണ്ടാകുവാൻ സാധിക്കണം. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പിൻ്റെ കാലയളവിൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുത്ത് വരുവാനും നമുക്ക് മറ്റുള്ളവർക്ക് നല്ല ഫലങ്ങൾ കൊടുക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നാം ഓരോരുത്തരും നല്ല ഫലങ്ങൾ കൊടുത്തില്ല എങ്കിൽ നമ്മെ ഒരു നാൾ തീയിലിട്ട് ചുട്ടുകളയേണ്ട അവസ്ഥ വരും. നാം ഓരോരുത്തരും നല്ല ഫലങ്ങൾ കൊടുക്കുമെങ്കിലോ ദൈവം നമ്മെ ഉയർത്തും. ഈ ഒരു നോമ്പിൻ്റെ കാലയളവിൽ നാം ഓരോരുത്തരും നല്ല ഫലം മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മളിലൂടെ സാധിക്കണം. ഈ സമൂഹത്തിൽ നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സ്നേഹത്തിൻ്റെയും ഒരു കരുതലിൻ്റെയും അവസരമാക്കി തീർക്കാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാകട്ടെ.